അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മൾ തഞ്ചാവൂർ സ്പെഷ്യലായിട്ടുള്ള തേങ്ങ തിരട്ടിപ്പാലാണ് ചെയ്യുന്നത്. അടിപൊളി രുചിയാണ് ഇതിന്. അപ്പം ഞാനൊരു മിക്സിയിലോട്ട് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. നല്ല ഫ്രഷ് കോക്കനട്ട് ആയിരിക്കണം നമ്മൾ എടുക്കാനായിട്ട്. അതിലൂടെ നിങ്ങൾക്ക് ഞാനിപ്പം 1 ടേബിൾ സ്പൂണോളം 1 കപ്പ് തേങ്ങയ്ക്ക് ഞാൻ 1 ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നല്ല കട്ടി ശർക്കര ഉരുക്കിയതാണ് ഇതിലോട്ട് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉരുക്കിയ ശർക്കര അല്ല എങ്കിൽ ശർക്കര ചെറുതായിട്ട് ചിരണ്ടിയിട്ടാണെങ്കിൽ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാമേ. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ശക്കലം കൂടെ വെള്ളവും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് വേണം നിങ്ങളിത് അരച്ച് എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഇതെടുത്ത് വെച്ചിട്ടുണ്ട്, പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് എടുക്കുന്നുണ്ട്. ഇത് ഒരു നെയ്യിൽ കിടന്ന് നല്ല റോസ്റ്റായിട്ട് നല്ല വരട്ടി നമ്മൾ എടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത്. നല്ല മയത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ചൂടായ നെയ്യിലോട്ട് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു കൂട്ടും കൂടി ഇതുപോലെ ഒന്ന് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് ഇതാ ഈ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും. ഇതാ കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ ഒന്ന് എത്തി തുടങ്ങും. അപ്പോൾ നമുക്ക് നന്നായിട്ട് കൈ എടുക്കാണ്ട് തന്നെ നല്ല രീതിയിൽ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ ഞാനൊരു ശകലം ഏലക്കായ പൊടിയും കൂടെ ഞാനൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്കായ പൊടിച്ചതും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് വരട്ടി കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞത് മാതിരി നിങ്ങൾ കൈ എടുക്കാണ്ട് തന്നെ ഇത് നല്ല രീതിയിലൊന്ന് വരട്ടി എടുക്കണം. ഇനി നമുക്ക് ഈ ഒരു ടെക്സ്ചർ എത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടെ നെയ്യൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരികെല്ലാം ഇതുപോലെ ഒന്ന് എടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഒന്നും കൂടെ നമുക്കൊന്ന് ഇളക്കി നല്ല ഡ്രൈ ആക്കി നമുക്കിത് എടുക്കാം. നമ്മൾ ഈ ഒരു സ്പാറ്റുലയിലൊക്കെ നമ്മൾ എടുക്കുമ്പോഴത്തേക്ക് ഒട്ടി പിടിക്കാത്ത രീതിയിൽ വേണം എടുക്കാനായിട്ട്. നമ്മൾ തഞ്ചാവൂർ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവിടുത്തെ ഫേമസ് ആണ് ഇത്. പക്ഷെ അവർ ചെയ്യുന്നത് പരിപ്പും അതൊക്കെ ചേർത്തിട്ടാണ്, തേങ്ങയും കൂടെയൊക്കെ ചേർത്തിട്ടാണ് ചെയ്യുന്നത്. നമ്മൾ പരിപ്പ് ഒന്നും ചേർക്കാണ്ടാണ് ഈ ഒരു സ്വീറ്റ് നമ്മളിപ്പോൾ തയ്യാറാക്കുന്നത്. നന്നായിട്ട് ഇതുപോലെ നന്നായിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുത്ത് ഈ ഒരു രീതിയിലൊന്ന് ഇളക്കണം. നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ ഈ ഒരു ഫൈനൽ സ്റ്റേജിൽ നിന്ന് പറയുന്നത്. കണ്ടല്ലോ, ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കാം. വഴറ്റി കൊടുത്ത് ഈ ഒരു കണ്ടല്ലോ ഇതുപോലെ നല്ല രീതിയിലൊന്ന് വരും. ഭയങ്കര നല്ല മണവും വരുന്നുണ്ട്. അതുപോലെ തന്നെ കഴിക്കാനായിട്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതാ കണ്ടല്ലോ, ഈ ഒരു ഫൈനൽ സ്റ്റേജ് ഇതാണ്. ഇതിലോട്ട് ഞാൻ കുറച്ച് നെയ്യിൽ തന്നെ കുറച്ച് മൂപ്പിച്ച് തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാഷ്യൂനട്ടൊക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ കാഷ്യൂനട്ടിനൊക്കെ കാലും നമുക്ക് ടേസ്റ്റ് തേങ്ങ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ നെയ്യിലൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ഭയങ്കര ടേസ്റ്റാണ്. നമ്മളിത് കഴിക്കുമ്പോഴത്തേക്ക് ഇടയ്ക്ക് കടിക്കാനും കൂടെ ഇത് കിട്ടുമ്പോഴത്തേക്ക് നല്ല സൂപ്പറാണ്. ഇതൊക്കെ കണ്ടല്ലോ, ഇതുപോലെ നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്